അന്തർദേശീയ വാർത്തകളുമായി പി ജെയിംസ് ചേരുന്നു. ഇസ്രേലി ആക്രമണത്തിൽ ഗസയിൽ 23 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുമ്പോൾ വാർത്തകളെ അപഗ്രഥിക്കാൻ പി ജെയിംസ് ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഹായ് 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 3 ഹായും കഴിഞ്ഞു. ഇനി കാര്യങ്ങൾ പറഞ്ഞു. ഈ ഇസ്രായേൽ അവരുടെ ആക്രമണം തുടരുകയാണ്. ഗസയിൽ 23 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. ഔദ്യോഗിക കണക്കനുസരിച്ച് 50,000 കവിഞ്ഞിരിക്കുന്നു. പക്ഷേ കാണാതായവരെ കൂടി കൂട്ടി ഏതാണ്ട് 62,000 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഗസയിൽ നിന്നുള്ള മന്ത്രാലയം പറയുന്നത്. എന്തായാലും ഇത് വല്ലാത്ത രീതിയിലേക്ക് പടരുകയാണ്. എന്ന് മാത്രമല്ല, ലെബനനിൽ 4 മാസമായിട്ട് വെടിനിർത്തൽ കരാറുണ്ട്. അവിടെ യുദ്ധം ഏതാണ്ട് ഇസ്രായേലുമായി അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ നിർത്തുന്നില്ല. 2ാം തവണ ലെബനനിൽ അവർ കടന്നു കയറി വ്യോമാക്രമണം നടത്തി ഹെസ്ബുള്ളയുടെ പ്രമുഖ നേതാവായിട്ടുള്ള ഹസൻ ബദ്രുദ്ദീനെ വധിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വന്നിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം അതിശക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവിടുത്തെ ബേക്കറികളും ഭക്ഷ്യസ്ഥാപനങ്ങളും മുഴുവൻ ഗസയിൽ പൂട്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ വല്ലാത്ത പട്ടിണിയിലേക്ക് പോവുകയാണ് ഗസ. അതിനിടയിലാണ് വീണ്ടും ബേക്കറികൾ ഇസ്രായേലിൻ്റെ ഉപരോധത്തെ തുടർന്ന് പൂട്ടേണ്ടി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ ഇടയിലാണ് പുതിയൊരു സംഭവവികാസം കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ ഹമാസിനും ഹെസ്ബുള്ളയ്ക്കും ശക്തി പകരുന്ന ഇറാനെതിരെ ബോംബാക്രമണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ പ്രസിഡന്റ്, പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അതിനെതിരെ അതിശക്തമായ ഭാഷയിൽ ഇറാന്റെ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആയത്തുള്ള ഖൊമേനി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ ബോംബാക്രമണം ഞങ്ങൾക്ക് നേരെ നടത്താൻ അമേരിക്ക തുനിഞ്ഞാൽ അമേരിക്കയുടെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ മിസൈൽ ആക്രമണം നടത്തും. മിസൈലുകൾ അമേരിക്കയുടെ സാന്നിധ്യമുള്ള കേന്ദ്രങ്ങളിലേക്ക് വിന്യസിച്ചതായി അവരുടെ അത്യുന്നത നേതാവ് ആയത്തുള്ള ഖമേനി പറഞ്ഞിരിക്കുന്നുവെന്ന അല്പം പ്രശ്നകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി വരുന്നു. ഇറാനെതിരെ ഇത് പ്രഖ്യാപിച്ചതിന് പിറകെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ യാത്ര കൂടി പ്രഖ്യാപിച്ചിരുന്നു. ആദ്യമായി അദ്ദേഹം യാത്ര നടത്താൻ പോകുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. സൗദി അറേബ്യ, ഖത്തർ, അതുപോലെ തന്നെ UAE. ഈ 3 രാജ്യങ്ങളും അമേരിക്കയുടെ സുഹൃത്തുക്കളായിട്ട് അറിയപ്പെടുന്ന രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അടക്കമുള്ളവരുമായി വലിയ ബന്ധമുണ്ട്. അത് ഇറാന് കൂടി താക്കീതാണ്. ഇറാൻ്റെ ശത്രുവാണ് സൗദി അറേബ്യയും UAEയും ഖത്തറുമെല്ലാം. അപ്പോൾ അതൊരു ഗൾഫ് മേഖലയിൽ വലിയ രീതിയിലുള്ള കോൺസെൻട്രേഷൻ അമേരിക്ക ഉന്നമിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരും പേടിച്ചിരിക്കുന്ന ട്രംപിൻ്റെ ഇറക്കുമതി ചുങ്കം ഇന്ന് വരാൻ പോവുകയാണ്. ഇന്ത്യയൊക്കെ ഭയങ്കര രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഇറക്കുമതി ചുങ്കം അമേരിക്ക പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ കാർഷിക മേഖലയെയും അതുപോലെ തന്നെ പ്രധാന മേഖലയൊക്കെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ചൈനയ്ക്ക് മേൽ ചുങ്കം ഏർപ്പെടുത്തി, കാനഡയ്ക്ക് മേൽ, മെക്സിക്കോയ്ക്ക് മേൽ, ലോകത്തിലെ പ്രധാന രാജ്യങ്ങൾക്കൊക്കെ എതിരെ അമേരിക്ക ചുങ്കം ചുമത്തുകയാണ്. ഇത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്.